അഞ്ചാം ക്ലാസ്സിൻ്റെ മാത്സ് വർക്ക് ഷീറ്റാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മാത്സ് വർക്ക് ഷീറ്റിലെ ഓരോ പ്രവർത്തനങ്ങളും പരിചയപ്പെടാം. സമഗ്ര ശിക്ഷ കേരളം 2020-21 അധ്യയന വർഷത്തിലെ കുട്ടികളുടെ പഠന മികവ് വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടെ BRC മുഖാന്തരം കുട്ടികൾക്ക് എത്തിച്ചു നൽകിയ വർക്ക് ഷീറ്റാണ് പഠന മികവ് രേഖ. ഈ ഒരു വർക്ക്ഷീറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വരുന്ന ഗണിതത്തിലെ സംശയങ്ങൾ മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഓരോ ആക്ടിവിറ്റീസും 1 by 1 ആയിട്ട് പരിചയപ്പെടാം. അപ്പം ഫസ്റ്റ് ആക്ടിവിറ്റി കാർഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതൊരു ഗാർഡനിലേക്കാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ അവിടെ 2-3 പൂവുകൾ കാണുന്നുണ്ട്. ആ പൂവുകളുടെ ഇതളിലെല്ലാം ഓരോ നമ്പേഴ്സിൻ്റെ പ്ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. അപ്പോൾ ഒന്നാമത്തതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. 4673 എന്ന നമ്പറിൻ്റെ ആ ഒരു നമ്പറിനെ 4 ഇതളിലേക്ക് 4000-ഉം 600-ഉം 7 10s-ഉം 3 1s-ഉം ചേർന്നിട്ടാണ് 4673 എന്ന് പറയുന്ന നമ്പർ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പൂവെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ആദ്യത്തെ പൂവ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 2-3 തന്നിട്ടുണ്ട്. ലാക്കിൻ്റെത് തന്നിട്ടുണ്ട്. 6 lakh ആണ്, 5000 ആണ്, 600 ആണ്, 3 1s ആണ് തന്നിട്ടുണ്ട്. ബാക്കി 2 നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പ്ലേസ് ആണ് വിട്ടുപോയിട്ടുള്ളത് നോക്കി അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. അതുപോലെ അടുത്ത ഫ്ലവറിൽ തന്നിരിക്കുന്നത് എല്ലാ പ്ലേസ് വാല്യൂയും തന്നിട്ടുണ്ട്. ആ നമ്പർ ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. 6 lakh, 3000, 600, 3 10s, 5 1s, 4 10,000 ഇത്രയും തന്നു കഴിഞ്ഞാൽ ആ നമ്പർ ഏതാണെന്ന് നിങ്ങൾ എഴുതണം. ഇനി അടുത്തത് നമ്പർ തന്നിട്ടുണ്ട്, പ്ലേസ് വാല്യൂ നിങ്ങൾ എഴുതണം. എന്നിട്ട് ലാസ്റ്റ് ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ദി ഫ്ലവേഴ്സ്. ഓക്കെ, ആ ഫ്ലവേഴ്സിലുള്ള ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. റൈറ്റ് ദി നമ്പേഴ്സ് ഇൻ വേർഡ്സ്. ആ നമ്പറൊക്കെ വേർഡ്സിൽ എങ്ങനെ എഴുതലെന്നും കൂടി എഴുതുക. അതുപോലെ രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ അവിടെ 2 കുട്ടികൾ സംസാരിക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ വിച്ച് നമ്പർ ക്യാൻ യു റൈറ്റ് യൂസിങ് ദി ഡിജിറ്റ്സ് 3 0 8 വിത്ത് 0 ഇൻ ദി 10s പ്ലേസ്. അപ്പോൾ 10ൻ്റെ പ്ലേസിൽ 0 വരുന്ന രീതിയിൽ 3 0 8 ഈ നമ്പർ ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അടുത്ത കുട്ടി പറയുന്നുണ്ട് 308 803 308-ഉം 803-യും. അപ്പോൾ അതുപോലെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫോം നമ്പേഴ്സ് ഹാവിങ് 0 ഇൻ ഇറ്റ്സ് 10,000s പ്ലേസ് യൂസിങ് ദി ഡിജിറ്റ്സ് 7 4 1 0 5 8. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം 7 4 1 0 5 8 എന്ന നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് 10,000ൻ്റെ പ്ലേസിൽ 0 വരുന്ന രീതിയിൽ നമ്പേഴ്സ് ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്പേഴ്സ് ഉണ്ടാക്കണം നിങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ദ ലാർജസ്റ്റ് നമ്പർ ഐ ഹാവ് റിട്ടേൺ. അപ്പോൾ നിങ്ങളവിടെ കുറേ 6 നമ്പേഴ്സ് എഴുതുമല്ലോ. അതിൽ ഏറ്റവും വലിയ നമ്പർ നിങ്ങൾ എഴുതിയതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന്. അതുപോലെ അടുത്തത് ദ സ്മോളസ്റ്റ് നമ്പർ ഐ ഹാവ് റിട്ടേൺ. നിങ്ങൾ എഴുതിയതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന്. റൈറ്റ് 6 നമ്പേഴ്സ് യൂസിങ് ദി ഡിജിറ്റ്സ് 0 1 2 വിത്ത് 0 ഇൻ ദ പ്ലേസസ് ഓഫ് 1s 100s ആൻഡ് 10,000s. അപ്പോൾ നിങ്ങളോട് അടുത്ത് പറഞ്ഞിരിക്കുന്നത് 1 2 0 ഈ 3 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്പേഴ്സ് ഫോം ചെയ്യണം. അപ്പോൾ ആ നമ്പർ എങ്ങനെ ആയിരിക്കണം എന്നും കൂടെ പറയുന്നുണ്ട്. 1s-ൻ്റെയും 100s-ൻ്റെയും 10,000-ൻ്റെയും പ്ലേസിൽ 0 വരുന്ന രീതിയിൽ 6 നമ്പേഴ്സ് എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
6 ഡിജിറ്റ് നമ്പർ എഴുതുക. ശ്രദ്ധിക്കേണ്ട കാര്യം വൺസിൻ്റെയും ഹൺഡ്രഡ്സിൻ്റെയും 10,000ൻ്റെയും പ്ലേസിൽ 0 വരണം. ഓക്കെ, ഇനി അടുത്ത കാർഡിലേക്ക് കിടക്കാം. അവിടെ ഒരു ട്രെയിൻ മാത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളോട് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓരോ ട്രെയിനിൻ്റെ ഓരോ ബോഗീസിനും ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദി നമ്പേഴ്സ് റിട്ടൺ ഓൺ ബോഗീസ് ഓഫ് എ ട്രെയിൻ. ഇഫ് യു ക്യാൻ റീഅറേഞ്ച് 2 നമ്പേഴ്സ് യു ക്യാൻ അറേഞ്ച് ദ നമ്പേഴ്സ് ഇൻ ദി അസെൻഡിങ് ഓർഡർ. അപ്പോൾ അതിലുള്ള ആ ബോഗീസിലുള്ള നമ്പേഴ്സ് 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സാണ് റീഅറേഞ്ച് ചെയ്യേണ്ടതെന്ന് കണ്ടെത്തിയിട്ട് എഴുതുക വേണ്ടത്. വിച്ച് നമ്പേഴ്സ് ആർ ടു ബി ഇൻ്റർചേഞ്ച്ഡ്, ഏതൊക്കെ നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് അത് അസെൻഡിങ് ഓർഡറിലാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി സിമിലർലി അറേഞ്ച് ദ ഫോളോയിങ് നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദം ഓൺ ദി ബോഗീസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യണം. തിരിക്കുന്ന നമ്പേഴ്സിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്തിട്ട് അസെൻഡിങ് ഓർഡറിലാണോ കിട്ടുക ഡിസെൻഡിങ് ഓർഡറിലാണോ കിട്ടുക നോക്കിയിട്ട്, അപ്പം അതിലെ 3ാമത്തെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസെൻഡിങ് ഓർഡറിലാണോ വരേണ്ടത് ഡിസെൻഡിങ് ഓർഡറിലാണോ വരേണ്ടതെന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ബോഗീസിലെ നമ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 4 ലോട്ടറി. ദാമു ഈസ് എ ലോട്ടറി സെല്ലർ. ദാമു ഒരു ലോട്ടറി സെല്ലറാണ്. ഹി ഹാഡ് 15 ലോട്ടറി ടിക്കറ്റ്സ് വിത്ത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 7,31,995. He sold 5 lottery tickets. The remaining lottery tickets are with him. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ദാമു ഒരു ലോട്ടറി സെല്ലറാണ്. അയാളുടെ കയ്യിൽ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിട്ടുള്ള 50 ലോട്ടറി ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന നമ്പേഴ്സായിട്ട് 50 ലോട്ടറി ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിംഗ് ഫ്രം 7,31,995 7,31,995 തുടങ്ങുന്ന 15 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് ലോട്ടറി ടിക്കറ്റ്സ് ആണ് അയാളുടെ കയ്യിലുണ്ടായത്. അതിൽ 5 എണ്ണം അയാൾ വിറ്റു. ദ റിമൈനിങ് ലോട്ടറി ടിക്കറ്റ്സ് ആർ വിത്ത് ഹിം. അയാളുടെ കയ്യിൽ ബാക്കി ലോട്ടറി ടിക്കറ്റ്സ് അയാളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഫൈൻഡ് ഔട്ട് ദി നമ്പേഴ്സ് ഓഫ് ദി ലോട്ടറി ടിക്കറ്റ്സ് ഹി സോൾഡ്. അപ്പോൾ അയാൾ വിറ്റ് കഴിഞ്ഞ ലോട്ടറി ടിക്കറ്റ്സ് ഏതൊക്കെയാണ്? 5 എണ്ണം വിറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ലോട്ടറി ടിക്കറ്റിൻ്റെ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ആ 5 കോളത്തിൽ എഴുതുക. ഹൗ മച്ച് ഈസ് ദി ഫസ്റ്റ് പ്രൈസ് ഓഫ് ദിസ് ലോട്ടറി? അപ്പോൾ ഈ ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസ് എത്രയാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അത് കൊടുത്തിട്ടുണ്ട് എത്രയാണെന്ന്. റൈറ്റ് ദ നമ്പർ ഇൻ ഫിഗേഴ്സ്. ആ നിങ്ങൾ ആൻസർ ചെയ്ത ആ നമ്പർ എന്ത് ചെയ്യുക? റൈറ്റ് ദിസ് നമ്പർ ഇൻ ഫിഗേഴ്സിൽ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഹൗ മച്ച് ഈസ് ദ സെക്കൻഡ് പ്രൈസ്? എത്രയാണ് അതിൻ്റെ സെക്കൻഡ് പ്രൈസ്? റൈറ്റ് ദിസ് നമ്പർ ഇൻ ഫിഗേഴ്സ്. ആ നമ്പറിനെയും അതുപോലെ ഫിഗേഴ്സിൽ എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ആക്ടിവിറ്റി കാർഡ് നമ്പേഴ്സ് പറഞ്ഞ് കളിക്കുകയാണ് സോനിയയും. ഐ ഹാവ് എ നമ്പർ ഇൻ മൈ മൈൻഡ്. ഒരാൾ പറയാണ് എൻ്റെ മനസ്സിൽ ഒരു നമ്പർ ഉണ്ട്, അത് കണ്ടെത്തണം, അടുത്ത ആൾ കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലൂസ് കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ 11,000 ആൻഡ് 13,000. അത് 11,000ൻ്റെയും 13,000ൻ്റെയും ഇടയിലുള്ള നമ്പറാണ്. ദി സ്മോളസ്റ്റ് ഈവൻ നമ്പർ ഈസ് ഇൻ ഇറ്റ്സ് തൗസൻഡ്സ് പ്ലേസ്. അതിൻ്റെ തൗസൻഡ്സ് പ്ലേസിലുള്ള നമ്പർ സ്മോളസ്റ്റ് ഈവൻ നമ്പറാണ്. ആൻഡ് 0 ഇൻ ബോത്ത് ഹൺഡ്രഡ്സ് ആൻഡ് ടെൻസ് പ്ലേസ്. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലും ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പർ 0 ആണ്. സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ഈസ് ഇൻ ദി വൺസ് പ്ലേസ്. അപ്പോൾ നാച്ചുറൽ നമ്പറിലെ ഏറ്റവും ചെറിയ നമ്പർ അതിൻ്റെ വൺസ് പ്ലേസിലുണ്ട്.
അപ്പോൾ അടുത്ത ആൾ പറയുന്നത് എനിക്ക് ആൻസർ കിട്ടി 12,001. ഐഡൻറ്റിഫൈ ദി നമ്പർ. അടുത്തത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുകയാണ്. നമ്പർ ഈസ് ബിറ്റ്വീൻ 5 lakh ആൻഡ് 6 lakh. 5 ലക്ഷത്തിൻ്റെയും 6 ലക്ഷത്തിൻ്റെയും ഇടയിലുള്ള നമ്പറാണ് എന്ന് തന്നിട്ടുണ്ട്. ഡിജിറ്റ് ഇൻ 10,000 പ്ലേസ് ഈസ് 1 ലെസ് ദാൻ ദ ഡിജിറ്റ് ഇൻ 10 lakhs പ്ലേസ്. അപ്പോൾ 10,000ൻ്റെ പ്ലേസിലുള്ള നമ്പർ 10 lakhൻ്റെ പ്ലേസിലുള്ള നമ്പറിനേക്കാൾ 1 കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദി സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ഈസ് ഇൻ ദി 1000s പ്ലേസ്. സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ഉള്ളത് 1000s പ്ലേസിലാണ്. 0 ഈസ് ഇൻ ദി 100s പ്ലേസ്. 0 ഉള്ളത് 100s പ്ലേസിലാണ്. ദി സ്മോളസ്റ്റ് ഇവൻ നമ്പർ ഈസ് ഇൻ ദി 10s പ്ലേസ്. സ്മോളസ്റ്റ് ഇവൻ നമ്പർ ഉള്ളത് അതിൻ്റെ 10sൻ്റെ പ്ലേസിലാണ്. ദ ഡിജിറ്റ് ഇൻ ദി 1s പ്ലേസ് ഈസ് ഹാഫ് ഓഫ് ദി ഡിജിറ്റ് ഇൻ ദി 10s പ്ലേസ്. 1s പ്ലേസിലുള്ള നമ്പർ 10s പ്ലേസിലുള്ള നമ്പറിൻ്റെ പകുതിയാണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് വിൽ യു ആസ്ക് ടു ഗെറ്റ് ദ നമ്പർ 1,42,857? അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, അടുത്ത ചോദ്യം, അതിൻ്റെ നെക്സ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 1,42,857 കിട്ടണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ക്ലൂസ് എന്തൊക്കെയായിരിക്കും എന്നാണ് നിങ്ങളോട് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന ക്ലൂസ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത്തതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന നമ്പർ കിട്ടാൻ നിങ്ങൾ കൊടുക്കുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 6 പരിചയപ്പെടാം. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പാക്കറ്റ്സ് ഓഫ് 1000, പാക്കറ്റ്സ് ഓഫ് 100s, പാക്കറ്റ്സ് ഓഫ് 10 ones. അപ്പോൾ 1000 ബീഡ്സുള്ള പാക്കറ്റ്സ്, അതുപോലെ 100 ബീഡ്സുള്ള പാക്കറ്റ്സ്, അതുപോലെ 10 ബീഡ്സുള്ള പാക്കറ്റ്സ്, ഒറ്റയായിട്ട് കിട്ടുന്ന ബീഡ്സ്. അപ്പോൾ 2,000ൻ്റെ പാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2,000 കിട്ടി. അതുപോലെ 4 100sൻ്റെ പാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 400 കിട്ടി. അതുപോലെ 5 10sൻ്റെ പാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 50 കിട്ടി. 2 1s കൂടി എടുത്തു കഴിഞ്ഞാൽ 2,452 ടോട്ടൽ ബീഡ്സ് കിട്ടും. അതുപോലെ ബാക്കിയുള്ള കോളം നിങ്ങൾ ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ 2,000s, 4 100s, 5 10s, 2 1s ചേർന്നിട്ടാണ് 2,452 കിട്ടുന്നത്. അതുപോലെ 2,000s, 10 100s, 3 10s, 4 1s ചേർന്നാൽ എന്ത് കിട്ടും? അതുപോലെ 4,251 കിട്ടണമെങ്കിൽ എത്ര തൗസൻഡ്സ് വേണ്ടി വരും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓരോന്നും ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് കുറേ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഷേപ്സിൻ്റെ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് 9 കുട്ടികളോട് ടീച്ചർ റെക്റ്റാങ്കിൾ വരക്കാൻ പറഞ്ഞപ്പം വരച്ച റെക്റ്റാങ്കിളുടെ ഫിഗേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 9 കുട്ടികളും വരച്ചത് ശരിയാവണമെന്നില്ല അല്ലേ? അപ്പോൾ ഐഡൻറ്റിഫൈ ദ റെക്റ്റാങ്കിൾസ് ആൻഡ് കളർ ദം. അപ്പോൾ ചില കുട്ടികൾ വരച്ചത് മാത്രമേ അതിൽ റെക്റ്റാങ്കിൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഏതൊക്കെ കുട്ടികൾ വരച്ചതാണ് റെക്റ്റാങ്കിൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ ഡിഡ് യു റെക്കഗ്നൈസ് ദ ഫിഗേഴ്സ് ദാറ്റ് വർ നോട്ട് റെക്റ്റാങ്കിൾസ്? റൈറ്റ് യുവർ ആൻസർ ഇൻ ദി ബോക്സ്. അപ്പോൾ നിങ്ങൾ അത് റെക്റ്റാങ്കിൾ അല്ല എന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ആ ബോക്സിൽ എഴുതുക. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, look at the angles in the clock. Find out the angles with 90 degree, less than 90 degree and greater than 90 degree. അപ്പോൾ put
ടിക്ക് മാർക്ക് ഓൺ ദി കറസ്പോണ്ടിങ് ബോക്സ്. ഓക്കെ, അപ്പം വിത്ത് 90 ഡിഗ്രി, ലെസ് ദാൻ 90 ഡിഗ്രി, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണ് വരുന്നത്, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഏതൊക്കെയാണ് വരുന്നത്, ലെസ് ദാൻ 90 ഡിഗ്രി ഏതൊക്കെയാണ് വരുന്നത് എന്നനുസരിച്ച് അവിടെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തതിലിപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ അവിടെ 90 ഡിഗ്രിക്ക് നേരെ ടിക്ക് ചെയ്യുക. അല്ല ലെസ് ദാൻ 90 ഡിഗ്രിയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നെങ്കിൽ ആ കോളത്തിൽ ടിക്ക് ചെയ്യുക. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നെങ്കിൽ ആ കോളത്തിൽ ടിക്ക് ചെയ്യുക. അതുപോലെ ഓരോന്നും ഫില്ല് ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതെന്ന് വെച്ചാൽ ആ കോളത്തിൽ മാത്രമേ ടിക്ക് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 9, ആംഗിൾസ് ഇൻ ഹൗസ്. ലുക്ക് അറ്റ് ദി പിക്ചർ ഓഫ് ഹൗസ് ഡ്രോൺ ബൈ അമൽ. അമൽ വരച്ച ഹൗസിൻ്റെ ചിത്രം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി ആംഗിൾസ് ആർ ദർ ഇൻ ദ പിക്ചർ. എത്ര ആംഗിൾസ് ആണ് അവിടെ പിക്ചറിലുള്ളത്. ഒബ്സർവ് ദ ആംഗിൾസ് മാർക്ക്ഡ് ഇൻ ദ ഫിഗർ. അപ്പോൾ ഫിഗറിൽ മാർക്ക് ചെയ്ത ആംഗിൾസ് ഒബ്സർവ് ചെയ്യുക. വിച്ച് ഓഫ് ദം ആർ റൈറ്റ് ആംഗിൾസ്. ഏതൊക്കെയാണ് റൈറ്റ് ആംഗിൾസ്, 90 ഡിഗ്രി വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണെന്ന് എഴുതാം. യു നോ ദാറ്റ് ആംഗിൾസ് 5, 6, 7, 8 ആർ റൈറ്റ് ആംഗിൾസ്. അപ്പം അവിടെ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. 5, 6, 7, 8 ആണ് റൈറ്റ് ആംഗിൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. വിച്ച് ആംഗിൾസ് ഇൻ ദ ഫിഗേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ റൈറ്റ് ആംഗിൾ. ഏതൊക്കെ ആംഗിളാണ് റൈറ്റ് ആംഗിളിനേക്കാൾ വലുതായിട്ട് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണെന്ന് എഴുതാം. വിച്ച് ആംഗിൾസ് ആർ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിളിനേക്കാൾ ചെറിയ ആംഗിൾ ഏതൊക്കെയാണെന്ന് എഴുതാം. രണ്ടിനും ബോക്സ് കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് ഹൗസസ് ഗിവൺ ബിലോ. ഹൗ മെനി ആംഗിൾസ് ക്യാൻ യു ഐഡൻറ്റിഫൈ ഇൻ ഈച്ച് പിക്ചർ. അപ്പോൾ ഓരോ പിക്ചറിലും എത്ര ആംഗിൾസ് കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്ന് എഴുതുക. റൈറ്റ് ദം ഇൻ ദ ടേബിൾ ഗിവൺ ഇൻ ദി നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജിൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. റൈറ്റ് ആംഗിൾ ഏതൊക്കെയാണ്, ആംഗിൾ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ഏതൊക്കെയാണ്, ആംഗിൾ ഗ്രേറ്റർ ദാൻ റൈറ്റ് ആംഗിൾ ഏതൊക്കെയാണെന്ന് എഴുതാം. റൈറ്റ് ആംഗിളിനേക്കാൾ വലിയ ആംഗിൾസ്, റൈറ്റ് ആംഗിളിനേക്കാൾ ചെറിയ ആംഗിൾസ്, റൈറ്റ് ആംഗിൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാം. ഡ്രോ ദ പിക്ചർ ഓഫ് യുവർ ഹൗസ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഫൈൻഡ് ഔട്ട് ദി പെക്യുലാരിറ്റീസ് ഓഫ് ദി ആംഗിൾസ്. നിങ്ങളുടെ വീടിൻ്റെ ചിത്രം വരച്ചിട്ട് അവിടെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയ ആംഗിൾസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് എഴുതാം. ഓക്കെ, ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, വിൻഡോസ്, ഡോർസ്, അൽമിറ. വിച്ച് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആർ മോർ. അപ്പോൾ വിൻഡോസും ഡോർസും അൽമിറയൊക്കെ ചെക്ക് ചെയ്ത് ഏത് തരത്തിലുള്ള ആംഗിൾസാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. റൈറ്റ് എ നോട്ട് ബേസ്ഡ് ഓൺ യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ നിങ്ങളുടെ കണ്ടെത്തലുകൾ ചേർത്തുകൊണ്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾസ് ഇൻ മൈ സറൗണ്ടിങ് എന്ന പേരിൽ ഒരു പാരഗ്രാഫ് എഴുതുക. ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ 1 by 1 ആയിട്ട് പോയിൻ്റ് ഇട്ടിട്ട് നോട്ടായിട്ട് ചെയ്താലും മതി. ഇനി അടുത്തത് ആക്ടിവിറ്റി 10, ലെറ്റ്സ് ഡ്രോ എ പ്ലാൻ. ഒരു പ്ലാൻ വരക്കാം. അപ്പോൾ ദീപുവിൻ്റെ ഹൗസിൻ്റെ ഒരു പ്ലാനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് റൂം. ഇവിടെ ഏറ്റവും വലിയ റൂം ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, വാട്ട് ഫെസിലിറ്റീസ് ഡു യു എക്സ്പെക്റ്റ് ഇൻ യുവർ ഹൗസ്. എന്തൊക്കെ ഫെസിലിറ്റീസാണ് നിങ്ങളുടെ ഹൗസിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെ റൂം വേണം, ഏതൊക്കെ റൂം വേണം എന്നൊക്കെ ഉള്ളത് എഴുതുക. ഓക്കെ, ഡ്രോ ദ പ്ലാൻ ഓഫ് യുവർ ഡ്രീം ഹൗസ്. അപ്പോൾ നിങ്ങളുടെ ഡ്രീം ഹോമിൻ്റെ ഒരു പ്ലാൻ വരക്കുക. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ എടുക്കുക. 1 മീറ്റർ = 1 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ എടുത്തിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഒരു പ്ലാൻ വരക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ടു നോട്ട് ഡൗൺ ദി മെഷർമെൻറ്റ്സും കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി കാർഡ് 11. അപ്പോൾ ആക്ടിവിറ്റി കാർഡ് 11 ഒരു 5 ഷർട്ട്സിൻ്റെ ചിത്രം കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ കുമാരേട്ടൻ ഈസ് എ ടൈലർ. He bought 35 buttons to fix on 5 shirts. Each shirt should have equal number of buttons. Draw the button on each shirt. അപ്പോൾ കുമാരേട്ടൻ ഒരു ടൈലറാണ്. അവർ 35 ബട്ടൺ വാങ്ങി 5 ഷർട്ടിന് ഫിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈച്ച് ഷർട്ട് ഷുഡ് ഹാവ്
ഈക്വൽ നമ്പർ ഓഫ് ബട്ടൺ, എല്ലാ ഷർട്ടിനും ഈക്വൽ നമ്പർ ഓഫ് ബട്ടൺ ആണ് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡ്രോ ദി ബട്ടൺസ് ഓൺ ഈച്ച് ഷർട്ട്. അപ്പോൾ ഈച്ച് ഷർട്ടിലും നിങ്ങൾ ബട്ടൺസ് വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഹൗ മെനി സിമിലർ ഷർട്ട്സ് ക്യാൻ ഹി ഫിക്സ് 63 ബട്ടൺസ്. അപ്പോൾ 63 ബട്ടൺസ് യൂസ് ചെയ്തിട്ട് എത്ര സിമിലർ ഷർട്ട്സിന് ഫിക്സ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. ഓക്കെ, ഇനി ഹൗ ഈസി ഇറ്റ് ഈസ് ടു ഡിവൈഡ്. കംപ്ലീറ്റ് ദി ടേബിൾ. നമ്പർ കൊടുത്തിട്ടുണ്ട്. ക്വോഷ്യൻ്റ് വെൻ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 8 എന്ന് പറയുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ 2 ആണെന്ന് അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ക്വോഷ്യൻ്റ് വെൻ ഡിവൈഡഡ് ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് 4 എന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് ആൻസർ കിട്ടുമെന്ന് അടുത്ത കോളത്തിൽ എഴുതുക. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് ആൻസർ കിട്ടുമെന്ന് അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലെ കോളത്തിൽ എഴുതുക. അതുപോലെ 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ എഴുതുക. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ എഴുതുക. 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ എഴുതുക. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ആൻസർ എഴുതുക. അതുപോലെ 36ൻ്റെയും ചെയ്യുക. വാട്ട് പെക്യുലാരിറ്റീസ് ഡിഡ് യു നോട്ടീസ് ഇൻ ദി ക്വസ്റ്റ്യൻസ്. അപ്പോൾ 4 കൊണ്ടും 2 കൊണ്ടും ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാത്തിനെയും 8ന് 12ന് 24 16 36 ഈ എല്ലാ നമ്പേഴ്സിനെയും 4 കൊണ്ടും 2 കൊണ്ടും ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച ആൻസേഴ്സ് അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത നമ്പേഴ്സിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത നമ്പേഴ്സിനും എന്തെങ്കിലും പെക്യുലാരിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് എഴുതണം. പെക്യുലാരിറ്റീസ് എന്ന് വെച്ചാൽ അതിന് രണ്ടിനും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാ കിട്ടിയിരിക്കുന്ന ഉത്തരങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി കാർഡ് 12. അപ്പോൾ ഗോപാലൻ ഹാസ് 5 cows. He feeds all cows equally. Every week he buys 105 kilo cattle feed from the society. How many kilograms of cattle feeds does he give a cow per week? അപ്പോൾ ഗോപാലേട്ടന് 5 പശുക്കളാണുള്ളത്. ഹി ഫീഡ്സ് ഓൾ കൗസ് ഈക്വലി. എല്ലാ പശുവിനെയും ഈക്വലായിട്ടാണ് തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ എവറി വീക്ക് ഹി ബൈസ് 105 കിലോഗ്രാം കാറ്റിൽ. അപ്പോൾ കാലിത്തീറ്റ ഗോപാലേട്ടൻ വാങ്ങുന്നത് ഓരോ വീക്കിലും 105 കിലോ വീതമാണ്. അപ്പോൾ ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് കാറ്റിൽ ഫീഡ് ഡസ് ഹി ഗീവ് എ കൗ പെർ വീക്ക്. അപ്പോൾ ഒരു പശുവിന് ഒരു വീക്കിൽ ഗോപാലേട്ടൻ കൊടുക്കുന്ന കാലിത്തീറ്റയുടെ അളവ് എത്രയാണെന്ന് കണ്ടെത്തണം. കാൽക്കുലേറ്റ് ദി ക്വാണ്ടിറ്റി ഓഫ് കാറ്റിൽ ഫീഡ് ഈച്ച് കൗ റിക്വയേഴ്സ് ഇൻ എ വീക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ദി ബക്കറ്റ്. അപ്പോൾ ഓരോ ബക്കറ്റിലും അതിൻ്റെ ആൻസർ എഴുതി വെക്കുക. ഹൗ മച്ച് കാറ്റിൽ ഫീഡ് ഡസ് എ കൗ റിക്വയർ എ ഡേ. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഓരോ പശുവിനും എത്ര വേണമെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. അതിനുശേഷം നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഒരു പശുവിന് ഒരു ദിവസം വേണ്ടത് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ബോക്സിൽ എഴുതുക. അടുത്തത് ഹൗ മച്ച് കാറ്റിൽ ഫീഡ് ഡസ് 5 കൗസ് റിക്വയേഴ്സ് എ ഡേ. അപ്പോൾ 5 പശുവിനും വേണ്ടി ഒരു ദിവസം എത്ര വേണ്ടി വരും എന്നുള്ളതും കണ്ടുപിടിച്ചിട്ട് അടുത്ത ബോക്സിൽ എഴുതുക. അടുത്തത് ആക്ടിവിറ്റി കാർഡ് 13 ആണ്. പ്രോബ്ലംസ് ഓൺ എഗ്സ്. അപ്പോൾ ഒരു 2 ചിത്രം കാണിച്ചിട്ടുണ്ട് അല്ലേ, മുട്ട വെച്ചിട്ടുള്ള ചിത്രം കാണിച്ചിട്ടുണ്ട്. അപ്പം ദീസ് ആർ ദി എഗ്സ് ബോട്ട് അറ്റ് അജ്മൽസ് ഹൗസ്. അജ്മലിൻ്റെ വീട്ടിൽ വാങ്ങിയ മുട്ടകളുടെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് 3 eggs ആർ യൂസ്ഡ് ഡെയിലി ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ എഗ്സ് ഗെറ്റ് ഫിനിഷ്ഡ്. ഓരോ ദിവസവും 3 വീതം മുട്ടകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് ഈ മുട്ടകൾ തീരുന്നത് എന്നെഴുതുക വേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് എഗ്സ് എത്രയാണെന്ന് ആദ്യം ആ ബോക്സിൽ എഴുതുക. ടോട്ടൽ എത്ര എഗ്സാണ് ഉള്ളത് എന്ന് എഴുതുക. അതിനുശേഷം ഫസ്റ്റ് ഡേ 3 എണ്ണം എടുത്തു, അന്നേരം എത്രയായി. അതുപോലെ സെക്കൻഡ് ഡേ വീണ്ടും 3 എണ്ണം എടുത്തു, അപ്പോൾ എത്രയായി. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നിങ്ങളോട്
കുറച്ച് നിങ്ങൾ വന്നു. ഇനി ലാസ്റ്റ് നിങ്ങളോട് പറയുന്നത് ഹൗ മെനി ടൈംസ് 3 ക്യാൻ ബി ടേക്കൺ ഫ്രം 24. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഇങ്ങനെ കുറച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 24 ഡിവൈഡ് ബൈ 3 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പം നെക്സ്റ്റ് ആക്ടിവിറ്റി 283 ഡിവൈഡഡ് ബൈ 7. ദിസ് ഈസ് ഹൗ ആതിര ഡിഡ് ഇറ്റ്. അപ്പോൾ ആതിരയോട് 283നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്ത ആൻസറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് ശരിയാണോ? അല്ല, അല്ലേ? 283നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 അല്ലല്ലോ ആൻസർ കിട്ടുക. അപ്പോൾ അത് എന്താണ്? തെറ്റാണ്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ശരിയായത് എന്ന് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് റോങ് വിത്ത് ദി കാൽക്കുലേഷൻ? എന്താണ് അതിലെ തെറ്റ്? ഫൈൻഡ് ഔട്ട് ദി റൈറ്റ് ആൻസർ ആൻഡ് റൈറ്റ് ഇറ്റ് ബിലോ. നിങ്ങൾ അതിനെ ശരിയായ രീതിയിൽ ചെയ്തിട്ട് ആ ബോക്സ് ഫില്ല് ചെയ്യുക. ഇനി അടുത്ത ആക്ടിവിറ്റി കാർഡ് 15. അപ്പം ഇവിടെ ഒരു ഗെയിമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബോക്സിൽ ലാർജ് നമ്പേഴ്സും ഒരു ബോക്സിൽ സ്മോൾ നമ്പേഴ്സുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ദിസ് ഈസ് ദി ഗെയിം ഓഫ് 2 players. 2 പ്ലെയേഴ്സിനെ വെച്ചിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ്. ഫസ്റ്റ് പ്ലെയർ ക്ലോസസ് ഹിസ് ഓർ ഹെർ ഐസ്. അപ്പോൾ ഫസ്റ്റ് പ്ലെയർ എന്ത് ചെയ്യണം? അവരെ ഐസ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആൻഡ് ടച്ചസ് ഓൺ എ കോളം ഇൻ ദി ഫസ്റ്റ് ടേബിൾ ആൻഡ് ദെൻ ടച്ചസ് എ കോളം ഓൺ ദി സെക്കൻഡ് ടേബിൾ. കണ്ണ് ക്ലോസ് ചെയ്ത ശേഷം ഫസ്റ്റ് ബോക്സിൽ ഒരു കോളം ടച്ച് ചെയ്യുക, അതുപോലെ സെക്കൻഡ് ബോക്സിലെയും ഒരു കോളം ടച്ച് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നൗ ഡിവൈഡ് ദ നമ്പർ ഇൻ ദ ഫസ്റ്റ് ടേബിൾ വിത്ത് ദി നമ്പർ ഇൻ ദി സെക്കൻഡ് ടേബിൾ ആൻഡ് കാൽക്കുലേറ്റ് ദി റിമൈൻഡർ. ഫസ്റ്റ് കോളത്തിലുള്ള നമ്പറിനെ സെക്കൻഡ് കോളത്തിലുള്ള നമ്പർ കൊണ്ട് നിങ്ങൾ ടച്ച് ചെയ്ത നമ്പർ ഏതാണെന്ന് വെച്ചാൽ ആ നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. റിമൈൻഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ എത്രയാണെന്നല്ല, റിമൈൻഡർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഹിസ് ഓർ ഹെർ സ്കോർ ഇൻ ദി പോയിൻ്റ്. ആ റിമൈൻഡറാണ് അവർക്ക് പോയിൻ്റായിട്ട് വരുന്നത്. ദ സെക്കൻഡ് പ്ലെയേഴ്സ് റിപ്പീറ്റ്സ് ദി ഗെയിം. അപ്പോൾ സെക്കൻഡ് പ്ലെയറും ഇതുപോലെ ചെയ്യുക. വൺ ഹു ഗെറ്റ്സ് ലെസ് സ്കോർ വിൻസ് ദി ഗെയിം. അപ്പോൾ നിങ്ങൾക്ക് കുറേ തവണ ചെയ്തിട്ടാകുമ്പം നിങ്ങൾക്ക് ഓരോ തവണയും ഓരോരോ സ്കോർ കിട്ടും. ഓക്കെ, അപ്പോൾ ആ കിട്ടിയിരിക്കുന്ന സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡറാണ് സ്കോറായിട്ട് വരുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ദി പോയിൻറ്റ് സ്കോർഡ് ബൈ 2 players ഇൻ ദി ഗെയിം. അപ്പോൾ 2 ആൾക്കാർ കളിച്ച ഒരു ബോക്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പുവും കിച്ചുവും കൂടെ കളിച്ച ഒരു ബോക്സ്. ഓക്കെ, അപ്പോൾ അപ്പുവും കിച്ചുവും കൂടെ കളിച്ച ബോക്സിൻ്റെ ഏതൊക്കെയാണ് നമ്പേഴ്സ് കിട്ടിയത്? ഫസ്റ്റ് ടേബിളിൽ നിന്ന് കിട്ടിയ നമ്പർ ഏതാണ്? സെക്കൻഡ് ടേബിളിൽ നിന്ന് കിട്ടിയ നമ്പർ ഏതാണ്? കാൽക്കുലേഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ കണ്ടെത്തണം. 31നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ആ റിമൈൻഡറൊക്കെ കൂട്ടിയാലാണ് 49നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ കണ്ടെത്തുക. 73നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ കണ്ടെത്തുക. ആ കിട്ടിയിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം കൂട്ടിയാലാണ് അപ്പുവിൻ്റെ ടോട്ടൽ പോയിൻ്റ് കിട്ടുക. അതുപോലെ 45 ഡിവൈഡഡ് ബൈ 4, 51 ഡിവൈഡഡ് ബൈ 7, 48 ഡിവൈഡഡ് ബൈ 4, ഇതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിച്ചിട്ടാണ് കിച്ചുവിൻ്റെ ടോട്ടൽ പോയിൻ്റ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ടോട്ടൽ പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കുറവ് പോയിൻ്റ് കിട്ടുന്ന ആളാണ് വിൻ ചെയ്യുക. അപ്പോൾ ഹൂ ഈസ് ദ വിന്നർ എന്നാണ് അടുത്ത ചോദ്യം. രണ്ടാളുടെയും ടോട്ടൽ പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറവ് പോയിൻ്റ് കിട്ടിയ ആളാണ് വിന്നർ. ഓക്കെ, യു ക്യാൻ പ്ലേ ദിസ് ആസ് എ ഗെയിം വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ഈ ഗെയിം കളിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 16. സെയിൽ ഓഫ് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിലിൻ്റെ സെയിലിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. അജ്മൽ സെൽസ് കോക്കനട്ട് ഓയിൽ. വൺ ഡേ ഹി ഗോട്ട് 6 liters ഓഫ് കോക്കനട്ട് ഓയിൽ. അപ്പോൾ അജ്മൽ കോക്കനട്ട് ഓയിൽ
വിൽക്കുന്നുണ്ട്. വൺ ഡേ ഈ ഗോട്ട് 6 liters of coconut oil on grinding dried coconuts. അപ്പോൾ ഡ്രൈഡ് കോക്കനട്ട്സ് ഗ്രൈൻഡ് ചെയ്തപ്പോൾ ഒരു ദിവസം അജ്മലിന് കിട്ടിയത് 6 ലിറ്ററാണ് കിട്ടിയത്. ഓക്കെ, he has 500 milliliter, 300 milliliter and 200 milliliter measuring vessels for his retail sale. അപ്പോൾ അത് വിൽക്കാൻ വേണ്ടി അയാളുടെ കയ്യിലുള്ളത് 500 milliliterൻ്റെ, അതുപോലെ 300 milliliterൻ്റെ, അതുപോലെ 200 milliliterൻ്റെ മെഷറിംഗ് വെസൽസ് ആണ്. ഓക്കെ, if 6 liters of coconut oil is filled in 500 milliliter measuring vessel, how many vessels does Ajmal need? അപ്പോൾ 500 milliliterൻ്റെ മെഷറിംഗ് വെസലിലാണ് ആക്കുന്നതെങ്കിൽ ഹൗ മെനി വെസൽസ് ഡസ് അജ്മൽ നീഡ്? 500 milliliterൻ്റെ എത്ര വെസൽ വേണ്ടി വരും? ആ 6 ലിറ്ററിനെ 500 milliliterൻ്റെ വെസലിലേക്കാണ് ആക്കുന്നതെങ്കിൽ എത്ര വെസൽ ആവശ്യമായിട്ട് വരും? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 milliliter ആണ്. അപ്പോൾ 6 liters എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 milliliter ആണ്. ഓക്കെ, അപ്പം 6000 milliliterനെ 500 milliliterൻ്റെ എത്ര വെസലിലേക്ക് മാറ്റേണ്ടി വരും? അപ്പം എന്ത് ചെയ്യണം? 6000 ഡിവൈഡഡ് ബൈ 5000 കണ്ടുപിടിച്ചിട്ട് ആൻസർ ചെയ്യുക. അതുപോലെ 6 liter ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് ഫിൽഡ് ഇൻ 300 milliliter മെഷറിംഗ് വെസൽ എന്ന് പറയുമ്പം 6000നെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് കണ്ടെത്തുക. അതുപോലെ 6 liter ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് ഫിൽഡ് ഇൻ 200 milliliter വെസൽ, ഹൗ മെനി വെസൽസ് ഡസ് ഹി നീഡ്? അപ്പോൾ 6000 milliliter 200 milliliter വെസലിലേക്ക് മാറ്റുകയാണെങ്കിൽ എത്ര വെസൽ ആവശ്യമായിട്ട് വരും? ഓക്കെ, ഇപ്പോൾ നമ്മൾ 32 ആക്ടിവിറ്റി കാർഡ്സ് ഉള്ളതിൽ 16 ആക്ടിവിറ്റി കാർഡ്സ് പരിചയപ്പെട്ടു. ബാക്കി ആക്ടിവിറ്റി കാർഡ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം.